സമകാലീന ഇന്ത്യയിൽ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള സംഘർഷങ്ങൾ പ്രത്യക്ഷമായും ആശങ്കാജനകമായും തുടരുന്നു. 2024 നവംബറിൽ ഉത്തർപ്രദേശിലെ സംഭാൽ ജില്ലയിൽ സംഭവിച്ച അക്രമ സംഭവങ്ങൾ ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഷാഹി ജമാ മസ്ജിദ് സംബന്ധിച്ച് കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ സർവേ ആയിരുന്നു സംഘർഷത്തിന്റെ തുടക്കം. മുഗൾ ഭരണകാലത്ത് തകർത്തായി പറയപ്പെടുന്ന ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് ഷാഹി ജമാ മസ്ജിദ് നിർമ്മിച്ചതെന്ന അവകാശവാദത്തെ തുടർന്ന് ഒരു കൂട്ടം ഹിന്ദുവാദികൾ കോടതിയിൽ ഹർജി നൽകിയിരുന്നു. സംഭാൽ സിവിൽ കോടതി മസ്ജിദ് പരിസരം സർവേ ചെയ്യാൻ ഉത്തരവിട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു സർവേ നടത്തി. തകർക്കപ്പെട്ട ഒരു ഹിന്ദു ക്ഷേത്രത്തിന് മുകളിലാണ് മസ്ജിദ് നിർമ്മിച്ചെന്ന അവകാശവാദം അന്വേഷിക്കാനാണ് സർവേ ലക്ഷ്യമിടുന്നത്. ആദ്യ സർവേ സമാധാനപരമായി നടന്നു. എന്നാൽ രണ്ടാമത്തെ സർവേയിൽ സംഘർഷം രൂക്ഷമായി. മസ്ജിദ് പരിസരത്ത് ആളുകൾ കല്ലേറും വാഹനം കത്തിക്കലും നടത്തി പ്രതിഷേധിച്ചു. തുടർന്ന് പോലീസ് ആളുകളെ പിരിച്ചുവിടാൻ ശ്രമിച്ചു. സംഭവത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 20-ൽ കൂടുതൽ പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നിലവിൽ ശാന്തമായിരിക്കുകയാണെങ്കിലും സംഭാലിൽ നിയമവിരുദ്ധ പ്രവൃത്തികൾ തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കേസുകളിൽ ഉൾപ്പെട്ടവർക്കെതിരെ NSA ചുമത്താനാണ് ഉത്തർപ്രദേശ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ സംഭാൽ കോടതിയെ സുപ്രീം കോടതി വിലക്കി. സമാധാനവും ഐക്യവും ഉറപ്പാക്കുന്നതിന് ഉത്തർപ്രദേശ് സർക്കാരിന് നിർദ്ദേശവും നൽകി. കമ്മീഷണറുടെ റിപ്പോർട്ട് സീൽ ചെയ്യാനും കോടതി നിർദ്ദേശിച്ചു. ഈ കേസിന്റെ അടുത്ത വാദം ജനുവരിയിൽ പരിഗണിക്കും. സംഘർഷത്തിൽ അന്വേഷണം നടത്തുന്നതിന് UP ഗവർണർ ആനന്ദിബാൻ പട്ടേൽ 3 അംഗ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. ജസ്റ്റിസ് ദേവേന്ദ്ര കുമാർ അറോറ, മുൻ IAS ഉദ്യോഗസ്ഥൻ അമിത് മോഹൻ പ്രസാദ്, മുൻ IPS ഉദ്യോഗസ്ഥൻ അരവിന്ദ് കുമാർ ജെയിൻ എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. അക്രമം ആസൂത്രിതമാണോ എന്ന് അന്വേഷിച്ച് 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സംഭാൽ സംഭവത്തിന് സമാന്തരമായി അജ്മീർ ദർഗയിൽ നടന്ന ചില വിവാദം മതരാഷ്ട്രീയ സംഘർഷങ്ങളുടെ മറ്റൊരു ഉദാഹരണമായി മാറുന്നു. 13-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ അജ്മീർ ദർഗ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂഫി തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഇതും മതസ്വഭാവത്തിലുള്ള തർക്കങ്ങളിലേക്ക് എത്തി. അജ്മീർ ഷരീഫ് ദർഗ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ശിവക്ഷേത്രമുണ്ടെന്ന ഹിന്ദു സംഘടനയുടെ അവകാശവാദം ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുകയാണ്. ഈ അവകാശവാദം മതപരവും രാഷ്ട്രീയവും സാമൂഹികവുമായ സംഘർഷങ്ങളിലേക്ക് വഴിതെളിക്കുകയാണ്. വിഷയത്തിൽ നാഷണൽ ഹിന്ദു ആർമിയുടെ പ്രസിഡന്റ് വിഷ്ണു ഗുപ്ത അജ്മീർ കോടതിയിൽ ഹർജി നൽകി. ഹർജിയുടെ അടിസ്ഥാനത്തിൽ കോടതി നവംബർ 27-ന് ദർഗ കമ്മിറ്റി, ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നിവയ്ക്ക് നോട്ടീസ് അയച്ചു. കേസിന്റെ വാദം ഡിസംബർ 20-ന് കേൾക്കും. അജ്മീർ ദർഗ തർക്കം മതസ്പർദ്ധ ഉയർത്തുകയും രാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാന വിഷയമാകുകയും ചെയ്തു. സംഭാൽ, അജ്മീർ തുടങ്ങി ഈ വിഷയങ്ങൾ തുടർക്കഥയാവുന്നത് ഇന്ത്യയിൽ മതസൗഹാർദ്ദത്തിനും ഐക്യത്തിനും വെല്ലുവിളിയാണ്.